ശ്വേതാമേനോനുമായിട്ട് അങ്ങനെ വന്നപ്പോൾ തന്നെ ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ജിൻഡപ്പൻ. ജിൻഡോയോടാണ് ശ്വേതാമേനോൻ ആ ഡയമണ്ട് നോക്കാനുള്ള ഹിഡൻ ടാസ്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരും വന്ന ഡയമണ്ട് കല്ല് എടുത്തുകൊണ്ട് പോകാണ്ട് നോക്കണം എന്നുള്ളതാണ് ജിൻഡോയോട് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ സർപ്രൈസ് എന്തായാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടീമിലുള്ളവരോട് ഒന്നും പറയാൻ പാടില്ല. അത് മാത്രമല്ല, അപ്പൊ ജിൻഡോ പറയുന്നത് ഞാനും ഈ ഡയമണ്ട് എടുക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷൻസിലൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശ്വേതാമേനോൻ പറയുവാണ് അവരുടെയൊക്കെ കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ അറിയണം, പക്ഷെ എന്നാലും ഇത് എടുക്കാണ്ട് നോക്കണം. പിന്നെ അത് മാത്രമല്ല, ഇത് എടുക്കാൻ വരുന്നവരുമായിട്ട് വയലൻസോ അല്ലെങ്കിൽ വൃത്തികെട്ട വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അല്ലാതെ ഇത് പ്രൊട്ടക്ട് ചെയ്യണം. കാര്യം മാറുമ്പോ ഒക്കെ ഇത് എടുക്കാണ്ട് നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിൻഡോയോട് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുണ്ടായി. ഞാൻ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോ പറയുന്നു. ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ നോമിനേഷനിൽ ഞാനുണ്ട്, പക്ഷെ ഞാൻ സേഫ് ആവും എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പുള്ളി പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യം വന്നപ്പോൾ എല്ലാവരും എനിക്ക് എതിരായിരുന്നു, പക്ഷെ എനിക്ക് 11 പേരെ വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇവിടെ ഉണ്ടാക്കി എടുത്തു എന്നൊക്കെ രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ഡീൽ ഉറപ്പിച്ചേക്കുവാണ്.